വെരി ഗുഡ് മോർണിംഗ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP. ഞങ്ങൾ ഇന്നലെ വാർത്ത കേട്ടപ്പോൾ അല്പം ആശങ്കയിലായി. അങ്ങടക്കം നമ്മുടെ MP മാരടക്കം 160 പേരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഗുഡ് മോർണിംഗ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഗുഡ് മോർണിംഗ്. ചെറിയൊരു ടെൻഷനില്ല, വലിയ ടെൻഷൻ ആയിരുന്നു. കാരണം ഇതുവരെയും 10-30 വർഷമായി സ്ഥിരമായി വിമാനയാത്ര ചെയ്യുന്ന ഒരാളാണ്, വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇതുവരെയും നമ്മൾ അനുഭവിക്കാത്ത, അഭിമുഖീകരിക്കാത്ത അസാധാരണമായ സിറ്റുവേഷനാണ് ഇന്നലെ ഉണ്ടായത്. സ്വാഭാവികമായും അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ വല്ലാത്ത ഭയം ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ ക്രാഷും തുടർന്ന് പല എയർ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലുണ്ടായ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ഈ സുരേഷ് ഇവിടുന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു ജെർക്ക് ഉണ്ടായിരുന്നു? അല്ല, വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 1 മണിക്കൂർ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പൈലറ്റ് അനൗൺസ് ചെയ്യുന്നത്. റഡാറിൽ എന്തോ തകരാറുണ്ടായിട്ടുണ്ട്, അത് പരിഹരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ, അതുകൊണ്ട് വിമാനം തിരിച്ച് ചെന്നൈക്ക് പോവുകയാണ് എന്നാണ് പൈലറ്റ് അനൗൺസ് ചെയ്തത്. അതിനുശേഷം പിന്നെ പൈലറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു അനൗൺസ്മെൻറ്റ് വന്നില്ല. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ചെന്നൈ വിമാനത്താവളത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ വിമാനം ലാൻഡ് ചെയ്യാതെ ഏതാണ്ട് 1 മണിക്കൂർ വിമാനത്താവളത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുകയായിരുന്നു. അപ്പോൾ പിന്നീട് മനസ്സിലായത് ഈ തിരുവനന്തപുരത്ത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഡൽഹി വരെ ഓടാനുള്ള ഫുൾ ഫ്യൂവലുമായിട്ടാണ് ഈ വിമാനം യാത്ര തിരിച്ചത്. അപ്പോൾ പെട്ടെന്ന് ഏതാണ്ട് 3-3.5 മണിക്കൂർ ഫ്ലൈ ചെയ്യാനുള്ള ഫ്യൂവലുമായിട്ടാണ് ഈ വിമാനം ട്രിവാൻഡ്രത്ത് നിന്ന് ടേക്ക് ഓഫ് ആയത്. അത് അവിടെ എത്താതെ തിരിച്ച് മടങ്ങി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ അത് വീണ്ടും ലാൻഡ് ചെയ്യണമെങ്കിൽ ഈ ഫ്യൂവൽ കുറേയെങ്കിലും കളയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് 1 മണിക്കൂർ സമയം വട്ടമിട്ട് പറന്നതെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ലാൻഡിങ് 1 മണിക്കൂർ പറന്നതിന് ശേഷം, വിമാനത്തിന് മുകളിൽ പറന്നതിന് ശേഷം പൈലറ്റ് ലാൻഡിങ്ങിന് അനൗൺസ്മെൻറ്റ് നൽകി. ആ അനൗൺസ്മെൻറ്റ് വന്ന് ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസമായി. എന്തായാലും ലാൻഡ് ചെയ്യാൻ വേണ്ടി ഏതാണ്ട് റൺവേക്ക് അടുത്ത് എത്തുന്ന സമയത്താണ് പെട്ടെന്ന് വിമാനം വീണ്ടും അതിവേഗത്തിൽ ഉയരത്തിലേക്ക് വീണ്ടും പറന്നുയർന്നത്. ഭയമാണ് യാത്ര. അവിടെ മറ്റൊരു റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട് അല്ലേ? അല്ല, റൺവേയിൽ തൊട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണ് പെട്ടെന്ന് വിമാനം ലാൻഡിങ് പൂർത്തിയാക്കാതെ അതിവേഗത്തിൽ ഉയരത്തിലേക്ക് പറന്നുയർന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് വല്ലാത്ത ആശങ്കയുണ്ടായത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പൈലറ്റിൻ്റെ ഭാഗത്ത് അനൗൺസ്മെൻറ്റും ഉണ്ടായില്ല. അപ്പോഴാണ് പിന്നീടാണ് ഞങ്ങളിപ്പോൾ വിമാനത്തിനകത്തിരിക്കുന്നത് കൊണ്ട് റൺവേയിൽ എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ പിന്നീട് റൺവേ ക്ലിയർ ആയിരുന്നില്ല, ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല റൺവേയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് പൈലറ്റിൻ്റെ അസാമാന്യമായ കഴിവും മിടുക്കും കൊണ്ടാണ് അദ്ദേഹം ലാൻഡ് ചെയ്യാതെ പെട്ടെന്ന് അദ്ദേഹം അത് ഉയരത്തിൽ പറത്താൻ ശ്രമിച്ചത്. ആ ഉയരത്തിലുള്ള പറക്കൽ കൊണ്ട് ഞങ്ങൾക്ക് വിമാനത്തിൽ മറ്റ് അപകട സാധ്യതകൾ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ കഴിയും. വീണ്ടും 3/4 മണിക്കൂർ വിമാനത്താവളത്തിന് മുകളിൽ പറന്നതിന് ശേഷമാണ് സേഫ് ലാൻഡിങ് നടത്തിയത്. ഏതാണ്ട് 3/4 മണിക്കൂർ നേരം വീണ്ടും പറന്നു. അങ്ങനെയാണ് സേഫ് ലാൻഡിങ് നടത്തിയത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് സുരക്ഷിതമായി തിരിച്ചെത്താൻ കഴിയുന്നത്. നമ്മൾ എന്തായാലും ഒരു പരാതിയായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? 160 പേരാണ് അങ്ങടക്കം ഉണ്ടായിരുന്നത്. അല്ല, ഞങ്ങൾ 5 MP മാരടക്കം, ഞാൻ KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, K രാധാകൃഷ്ണൻ, അതോടൊപ്പം തന്നെ തിരുനെൽവേലി MP റോബർട്ട് ബ്രൂസ് ഉൾപ്പെടെയുള്ള 5 MP മാർ, ചീഫ് സെക്രട്ടറി, കേരള ഗവൺമെൻറ് ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റ് യാത്രക്കാരായ 160 പേരാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഇതിനൊരു പ്രത്യേകമായി പരാതി കൊടുക്കേണ്ട കാര്യമില്ല. എത്രയും ഗുരുതരമായ ഒരു സാഹചര്യം അന്വേഷിക്കാൻ അതിന് പ്രത്യേകമായ ഒരു പരാതി കൊടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് റഡാറിന് ഇങ്ങനെ ഒരു തകരാറ് സംഭവിച്ചു, എന്തുകൊണ്ട് വിമാനം 1 മണിക്കൂർ പറന്നതിന് ശേഷം തിരിച്ച് ലാൻഡ് ചെയ്യേണ്ടി വന്നു, ലാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് വിമാനം വീണ്ടും ടേക്ക് ഓഫ് ആയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കേണ്ടത് എയർ ഇന്ത്യയും DGCയുമാണ്. ഡയറക്ടർ സിവിൽ ഏവിയേഷൻ സർവീസിലെ ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കേണ്ടത്. ഓക്കെ, എന്തായാലും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ആശ്വാസമായി. അങ്ങടക്കം എല്ലാവരും സുരക്ഷിതമായിട്ട് എത്തിയിട്ടുണ്ട്. സേഫ് ലാൻഡിംഗ് ആണ് എന്നുള്ളത്. ഇന്നിപ്പോൾ മാർച്ചടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങളപ്പോൾ പറയുമായിരുന്നു അതൊക്കെ വൈകാനുള്ള സാധ്യതയുള്ളത്. എന്തായാലും കൃത്യസമയത്ത് അല്പം വൈകിയാണെങ്കിലും എത്തിയിട്ടുണ്ട്. താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. താങ്ക് യു. ഇപ്പോൾ ഒരു നിമിഷം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഞങ്ങൾ ഇന്നലെ കർണാടകയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ആ വെളിപ്പെടുത്തലിന് തുടർച്ചയായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാധ്യമങ്ങളൊന്നും ഇല്ല അവിടെ, നമ്മളെപ്പോലുള്ള 1-2 മാധ്യമങ്ങൾ എവിടെ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന കണ്ടെത്തലുകൾ നമ്മുടെ ചാനൽ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട്. RK പുരയിൽ
നോർത്തിലുമുണ്ട്, സൗത്ത് ഇവിടെ സെൻട്രൽ മാത്രമല്ല, നോർത്തിൽ ഒരു വീട്ടിൽ 355 പേരാണ് കള്ളവോട്ട് ചെയ്തതായിട്ട് ഞങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രതിഷേധത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കും ഉണ്ടാകുന്നതെന്ന് അറിയുന്നു. വളരെ ഗൗരവത്തിൽ തന്നെയല്ലേ പ്രതിപക്ഷ എം പിമാരെല്ലാം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്? ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. തീർച്ചയായും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ബിസിനസ്സുകളൊന്നും നടക്കുന്നില്ല. SIRമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടുള്ള സാഹചര്യമില്ല. ഇലക്ഷൻ കമ്മീഷൻ പാർലമെൻറ്റിനുമൊക്കെ അതീതമാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അങ്ങനൊരു ചർച്ചയ്ക്ക് യാതൊരു പ്രൊവിഷനും നമ്മുടെ ലോക്സഭ രാജ്യസഭ നടപടിക്രമങ്ങളിൽ ഇല്ല എന്നുള്ള ഒരു മറുപടിയാണ്, നല്ല നിലപാടിലാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. പക്ഷേ ഇലക്ട്രൽ റിഫോംസ് ആയിട്ടെങ്കിലും ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിട്ട് ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും അതിന് ഗവൺമെൻറ് തയ്യാറല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇലക്ട്രൽ റിഫോംസിനെ കുറിച്ച് ചർച്ച ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷത്തിന് പറയാനുള്ള അവസരം നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന് തയ്യാറാകാത്തതുകൊണ്ടാണ് പാർലമെൻറ്റ് നടപടികൾ സ്തംഭിച്ച് മുന്നോട്ട് പോകുന്നത്. ഇനി ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായി പാർലമെൻറ്റിനകത്തും പുറത്തും, പാർലമെൻറ്റിലെ ഇരു സഭകൾക്കകത്തും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ മുഖ്യ കവാടത്തിലും നിരന്തരമായി SIR സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ലോക്സഭയും രാജ്യസഭയിലെയും പ്രതിപക്ഷ എം പിമാർ, ഇന്ത്യ ബ്ലോക്ക് എം പിമാർ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സമരത്തിന് കൂടുതൽ ശക്തി പകരുന്നത് ശ്രീ രാഹുൽ ഗാന്ധി അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വോട്ടർ പട്ടികയിലെ ഗുരുതരമായ ക്രമക്കേടാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന അല്ലെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ മൗനാനുവാദത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവർ അന്വേഷിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിന് ശേഷം അതുമായി അന്വേഷണത്തിന് മുന്നോട്ട് പോയി കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് സ്വാഗതാർഹമാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഏതായാലും ഇന്ത്യ മുന്നണിയുടെ ഒരു ഒറ്റക്കെട്ട് ഒരിക്കൽ കൂടി കാണാൻ പോവുകയാണ് അല്ലേ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്? ഒറ്റ വാചകത്തിൽ ഇല്ല, ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായത്. കാരണം നമ്മുടെ ജനാധിപത്യ അപകടത്തിലാവുകയാണ്. നമ്മൾ നിഷ്പക്ഷവും നീതിപൂർവമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പ് സംവിധാനം തന്നെ അവതാളത്തിലാകുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നമ്മുടെ ജനാധിപത്യ പാർലമെൻ്ററി സംവിധാനം തന്നെ ഏതാണ്ട് അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതിന് പരിഹാരമുണ്ടാകും. നമ്മുടെ ജനാധിപത്യം നിലനിൽക്കണം. നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യം ലോകത്തിൽ തന്നെ പേരുകേട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഇത്തരം നിലപാട്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഇത്തരം പ്രവർത്തനം അത് എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് പോവുക. അങ്ങനെ രാജ്യം ആ പ്രതിഷേധത്തിന്റെ തീജ്വാല ഇന്ന് കാണാൻ പോവുകയാണ്. 300 MPമാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് ഇത് മാർച്ച് നടത്തുന്നത്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ആണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. റിപ്പോർട്ടർ അടക്കം നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്യുക കൂടി ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മൾ അന്വേഷണത്തിന് പിന്നാലെയാണ്. രാഹുൽ കൊളുത്തിയ പ്രതിഷേധത്തിന്റെ തീജ്വാല ഇന്ത്യ ഒട്ടാകെ അന്വേഷണമായി തന്നെ ഇത് പടരണം. എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുക്കേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ പല മുഖ്യധാരാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തിട്ടില്ല. കർണാടകയിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് ദേശീയ മാധ്യമങ്ങൾ പോലും വലിയ താല്പര്യം കാണിക്കുന്നില്ല ഈ വിഷയത്തിൽ എന്നുള്ളതാണ്.